ഇനി മുട്ട വിൽപ്പന എളുപ്പമാകില്ല. വിൽക്കുന്ന എല്ലാ മുട്ടകളിലും എക്സ്പയറി ഡേറ്റ് അടയാളപ്പെടുത്തുന്നത് നിർബന്ധമാക്കും. പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചു. ഇനി പ്രതീക്ഷിച്ച പോലെയല്ല, മുട്ട വിൽപ്പന എളുപ്പമാകില്ല. വിൽക്കുന്ന എല്ലാ മുട്ടകളിലും എക്സ്പയറി ഡേറ്റ് അടയാളപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുട്ടകളിൽ തീയതിയില്ലെങ്കിൽ തടയും. പിന്നെ 8ന്റെ പണിയായിരിക്കും. കോഴി മുട്ടയിട്ട ദിവസം മുതൽ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ വ്യക്തമാകണം. ഭക്ഷണ സാധനങ്ങളിലെ മായം തടയാനും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമായി വേണ്ടിയാണ് ഈ പുതിയ ഭക്ഷ്യപരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരാണ് പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 1 മുതലാണ് സംസ്ഥാനത്ത് വിൽക്കുന്ന ഓരോ മുട്ടയിലും കാലാവധി തീരുന്ന തീയതി രേഖപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ നിർണായക നീക്കം ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ്. വിൽക്കുന്ന ഓരോ മുട്ടയുടെ പുറത്തും തീയതി രേഖപ്പെടുത്തണം. പാക്കറ്റുകളിൽ മാത്രമല്ല എന്ന് പ്രത്യേകം ഓർക്കണം. കോഴി മുട്ടയിട്ട തീയതിയും അതിനുശേഷം 28 ദിവസം കഴിഞ്ഞുള്ള കാലാവധി തീരുന്ന തീയതിയും മുട്ടയിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് കോഴി മുട്ടയിട്ട് 28 ദിവസം വരെ മാത്രമാണ് അവ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് കോഴി മുട്ടയിട്ട തീയതി കൃത്യമായി അടയാളപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശം നൽകുന്നത്. ഏപ്രിൽ 1 ശേഷം തീയതി രേഖപ്പെടുത്താത്ത മുട്ടകൾ വിൽക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷയും ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഉണ്ടാകും. കൂടാതെ കനത്ത പിഴയും ചുമത്തും. അടുത്തിടെ ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ 150 ടണ്ണോളം പഴകിയ ഭക്ഷണ സാധനങ്ങളെയും മായം ചേർത്ത പനീറും പിടിച്ചെടുത്തിരുന്നു. വിപണിയിൽ നിലവിൽ മുട്ടയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാത്തത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്രോട്ടീന്റെ പ്രധാന സ്രോതസ്സായ മുട്ട എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് തിരിച്ചറിയാൻ ഉപഭോക്താവിനെ സഹായിക്കുന്നതിനാണ് ഈ പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഫാമുകൾ, മൊത്തക്കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ എന്നിങ്ങനെ മുട്ട വിപണന ശൃംഖലയിലുടനീളം ഈ നിയമം ബാധകമായിരിക്കുമെന്നും ഓർക്കണം. പാക്ക് ചെയ്ത മുട്ടകൾക്കും ചില്ലറയെ വിൽക്കുന്ന മുട്ടകൾക്കും ഈ നിബന്ധനകൾ ഒരുപോലെ ബാധകമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.